ഹായ് ഹലോ നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളർ പ്രൊഡിക്ഷൻ വെബ്സൈറ്റുകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീസെൻറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളാണ് ഈ കളർ പ്രൊഡിക്ഷൻ വെബ്സൈറ്റുകൾ. അത് ഒരു വെബ്സൈറ്റ് ഒന്നുമല്ല, ഏകദേശം ഒരു 15ഓളം വെബ്സൈറ്റ് എനിക്കറിയാം. അതിൽ കൂടുതലും ചിലപ്പം കാണും. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 വെബ്സൈറ്റുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത്? ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി ഇതുവരെ കേൾക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ 3 കളറും അതേപോലെ 0 മുതൽ 9 വരെ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ 3 മിനിറ്റ് കഴിയുന്ന സമയത്തും ഏത് കളറാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് നമ്പറാണ് വരുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. അതിൽ മെയിനായിട്ടുള്ള 3 കളർ എന്ന് പറയുന്നത് റെഡ്, ഗ്രീന്, വയലറ്റ് ആണ്. നമ്മളിപ്പോൾ റെഡ് ആണ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു 10 രൂപ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസ നമുക്ക് കിട്ടും. അത് 20 വെക്കുകയാണെങ്കിൽ 40 കിട്ടും. എത്ര രൂപ വെക്കുന്നു അതിൻ്റെ ഇരട്ടി പൈസ നമുക്ക് കിട്ടും. ഇനി വയലറ്റ് ആണ് വെക്കുന്നതെങ്കിൽ 4.5 ഇരട്ടി പൈസ നമുക്ക് കിട്ടും. അതായത് നമ്മൾ 10 രൂപ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 45 രൂപ കിട്ടും. അതേപോലെ നമ്പറാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മളിപ്പം 1 എന്ന് അടുത്ത 3 മിനിറ്റ് ശേഷം 1 എന്ന് പറയുന്ന നമ്പറാണ് വരുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 രൂപ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 88 രൂപ കിട്ടും. ഏകദേശം 9 ഇരട്ടി പൈസ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റുകളിൽ നടക്കുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു എല്ലാവരും തന്നെ ഈ ഒരു വെബ്സൈറ്റുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വെബ്സൈറ്റിൽ ഞാൻ ജോയിൻ ചെയ്തു. ഈ 5 വെബ്സൈറ്റിലും നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിങ്സ് ഞാൻ ഉണ്ടാക്കി തന്നെ ചെയ്തു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ Pussclub എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ബാക്കി എല്ലാ വെബ്സൈറ്റിൻ്റെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വെബ്സൈറ്റുകളിൽ ഈ റെഡ് എൻവലപ്പ് കൺസെപ്റ്റൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ Pussclub എന്ന് പറയുന്ന വെബ്സൈറ്റ് റെഡ് എൻവലപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ റെഡ് എൻവലപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ദിവസം കുറേ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ഇതിന്. ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അഡ്മിൻസ് വന്നിട്ട് ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. ചിലപ്പോൾ 10 രൂപയായിരിക്കും, ചിലപ്പോൾ 5 രൂപയായിരിക്കും, ചിലപ്പോൾ 6 രൂപയായിരിക്കും. അപ്പോൾ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മൾ പ്രഡിക്ഷനോ നമ്മൾ ബെറ്റോ ഒന്നും വെക്കേണ്ട, ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്തിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് Pussclubൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇന്ന് ഈ ഒരു Pussclubൽ ജോയിൻ ചെയ്തൊരു 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 200-250 രൂപ ഈ റെഡ് എൻവലപ്പ് മാത്രം ഓപ്പൺ ചെയ്ത് കിട്ടും. ബാക്കിയുള്ള വെബ്സൈറ്റുകളിൽ പ്യുവർ പ്രഡിക്ഷൻ ആണ്. ഇനി ഓരോ വെബ്സൈറ്റുകൾക്കും ഓരോ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഓരോ ആൾക്കാരുണ്ടാക്കുന്ന അത് പകുതിയും കമ്പനികളുടെ ഒന്നും അല്ല, അത് വെറുതെ പറഞ്ഞാണ് കമ്പനി ആൾക്കാരാണ് ഇതൊക്കെ ഓരോ ആൾക്കാർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആൾക്കാർ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉദാഹരണം പറയാം. ഞാൻ 2 ദിവസത്തിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്തായിരുന്നു ടെറിയോൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഈ ടെറിയോൺ എന്ന പ്ലാറ്റ്ഫോമിൽ റെഫർ ചെയ്ത സമയത്ത് മുകേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. പുള്ളിക്കാരൻ എല്ലാ ദിവസവും സജഷൻസ് തരുന്നതാണ്. നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. ദിവസം ഒരു 100 രൂപ മുതൽ 200 രൂപ വരെ 200-300 രൂപ വരെയൊക്കെ പുള്ളിക്കാരൻ്റെ സജഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കും തെറ്റാം. ഈവൻ ജോയിൻ ചെയ്ത അന്ന് പുള്ളിയുടെ പ്രഡിക്ഷൻ തെറ്റി. അതായത് 800 രൂപ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ അവനോട് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് അവനോട് പറഞ്ഞു 2 ദിവസം നീ ഒന്ന് വാച്ച് ചെയ്യും, എന്നിട്ട് മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവൻ ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നു പൈസ. അപ്പോൾ ഒരു 6 സ്റ്റെപ്പ് ബാക്കപ്പ് വെച്ചിട്ടാണ് ഇതിന് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ആ 6 സ്റ്റെപ്പ് ആയപ്പോഴത്തേക്കും നമ്മളെ എല്ലാവരുടെയും ക്യാപിറ്റൽ വൈപ്പായി പോകും. ഇതാണ് സംഭവിക്കുന്നത് പല ആൾക്കാർക്കും. ഈ ഒരു കമ്പനി നമ്മളുടെ ഇമോഷണൽ ബാലൻസ്, നമ്മുടെ മണി മാനേജ്മെൻറ്റ് വെച്ചാണ് കളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു 100 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 100 വെച്ച് നാളെ 200 ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റുകളിൽ പൈസ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക. ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ എടുക്കുക, പരിപാടി നിർത്തുക. ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൽ മെയിനായിട്ട് ചെയ്യേണ്ടത്. പല ആൾക്കാരും ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ട്രേഡിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും ട്രേഡിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൽ നടക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അതിൽ സിൽവർ ഗോൾഡുമായിട്ട് റിലേറ്റഡ് എന്തോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താ സംഭവം. അങ്ങനെ അതാർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി പല ആൾക്കാരുടെയും ഒരു സംശയം ഇതിൽ നിന്ന് വിഡ്രോവൽ കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 100% ഷുവർ ആണ് നിങ്ങൾക്ക് വിഡ്രോവൽ കിട്ടും. ഇത് ഒരു വെബ്സൈറ്റിലും ഇന്ന് വരെ വിഡ്രോവൽ തരാതിരുന്നിട്ടില്ല. കാരണം ഞാൻ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 10 മണിക്ക് അടിച്ചു കഴിഞ്ഞാൽ 11 മണിക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പോൾ വിഡ്രോവലിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ പല ആൾക്കാരുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ബാങ്ക് കാർഡ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ്. ബാങ്ക് കാർഡ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ്. അപ്പോൾ ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ IFSC കോഡ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതേപോലെ IFSC കോഡൊക്കെ കൊടുക്കുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഓൺലൈൻ വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമായിട്ട്
ഈ കമ്പനീസിന് ആക്സസ് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലേക്ക് ഒരുപാട് ലിങ്കുകൾ വരാറുണ്ട്. അതായത് ഈ ടെലിഗ്രാം ചാനലുകളിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ റെഡ് എൻവലപ്പ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കുറേ ഫേക്ക് റെഡ് എൻവലപ്സ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച അഡ്മിൻ്റെ റെഡ് എൻവലപ്പിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കാരണം ഒരുപാട് ഫിഷിംഗ് ലിങ്ക്സ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഹാക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം അവരെടുത്തുകൊണ്ട് പോകും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കമ്പനിക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓരോ 3 മിനിറ്റിലാണ് ഇതിൽ സജഷൻസ് വരുന്നത്. അപ്പോൾ ഈ 3 മിനിറ്റ് കഴിഞ്ഞാൽ അവസാനത്തെ 30 സെക്കൻഡ് അവർ നമുക്ക് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 30 മിനിറ്റ് ഇവരുടെ സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയും. ഇവരുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ കളർ വെച്ചത്. അപ്പോൾ പച്ചയും ചുവപ്പാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കളർ ഏതാണ് വെച്ചേക്കുന്നത് ഇവർ നോക്കും. ഇപ്പം ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 70 പേര് പച്ച വെച്ചെന്ന് വിചാരിച്ചു, ഇവർ നേരെ റെഡ് ആയിരിക്കും നമുക്ക് അടുത്തായിട്ട് തരുന്നത്. ഇതാണ് ഈ ഒരു സംഭവത്തിൽ നടക്കുന്നത്. ശരിക്കും കുറച്ച് പേർക്ക് പ്രോഫിറ്റ് കിട്ടും, കുറച്ച് പേർക്ക് ലോസ് കിട്ടും. ഈ ലോസ് ആയവരുടെ ലോസ് ആയവരിൽ നിന്നും പ്രോഫിറ്റ് ആയവർക്ക് പൈസ കൊടുത്തിട്ട് ബാക്കി പൈസ കമ്പനി എടുക്കും. ഇതാണ് എൻ്റെ ഒരു ഐഡിയ വെച്ച് എനിക്ക് മനസ്സിലാക്കിയത്. പിന്നെ ഈ റെഡ് എൻവലപ്പ് എന്താണ് ഇവർ വെറുതെ തരുന്നത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിൽ 110 രൂപയുണ്ട്. അപ്പോൾ നിങ്ങളത് 130 രൂപയായിട്ട് വിഡ്രോ ആവാനിരിക്കുകയാണ്. അപ്പം 100 നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും, 30 രൂപ ഇവർ സർവീസ് ചാർജായിട്ട് പിടിക്കും. അപ്പോൾ ഒരു 20 രൂപയുടെ എൻവലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 130 രൂപയ്ക്ക് നമ്മൾ വിഡ്രോ അടിക്കും. അപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടും? 30 രൂപ കിട്ടും. സോ റെഡ് എൻവലപ്പിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. വെറുതെ നിങ്ങൾക്ക് പൈസ തരുന്നത് മാത്രമല്ല, നമ്മളുടെ ഇത് പൈസ എടുത്തിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ലാഭമില്ലാതെ അവരിത് ചെയ്യില്ല. ഇനി ഇതിൻ്റെ പ്രൈവസി പോളിസി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ പ്രൈവസി പോളിസീസ് നോക്കുക. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം അവർ ഒരു ടേം എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ പ്രൈവസി പോളിസി എപ്പോൾ വേണമെങ്കിലും മാറാം എന്ന് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് റെഗുലറായിട്ട് ഈ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഒരു ഇമെയിൽ ഐ ഡി മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു ജെന്യൂനായിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ കോൺടാക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് അവർ എന്താണ്, എവിടെയാണ്, ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ ഇതിൻ്റെ ഡൊമൈൻ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിക്കുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ എല്ലാ ഡൊമൈൻസിനും ഒരു ലൊക്കേഷൻ ഉള്ളതാണ്, ആ ലൊക്കേഷൻ കാണിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 100 രൂപ 200 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ കളിക്കാൻ ശ്രമിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ 200 രൂപ പോയി കഴിഞ്ഞാൽ അവിടെ നിർത്തുക. പൈസ ഒരുപാടിട്ട് നിങ്ങൾ കളിക്കേണ്ട ആവശ്യം, ഒരുപാട് പൈസ ഇട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കളിക്കാൻ ശ്രമിക്കരുത്. ഇത് എത്ര നാൾ നിലനിൽക്കുമെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും ഇട്ട് ഇതിൽ കളിക്കണം. ജസ്റ്റ് ഒരു 100 രൂപ ഇട്ടിട്ട് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന്. അത്രയും മാത്രം നിങ്ങൾ ചെയ്യാവുള്ളൂ. ഒരുപാട് പൈസ ഇട്ട് കളിക്കരുത്. ഒരുപാട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോസും വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇതിന് ഇല്ലീഗലാണോ എന്നുള്ള ഒരു സംശയം പല ആൾക്കാർക്കും ഉണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഓൺലൈൻ ബെറ്റിങ്ങുമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഒഫീഷ്യൽ ലോയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇത് നിർത്താൻ സാധിക്കും. അപ്പം എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസയെ കൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് അവരായിട്ടൊരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്കില്ല. കുറച്ച് ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അറിയാമെന്നല്ലാതെ വേറെ ഒരു കോൺടാക്റ്റ് നമുക്കില്ല. സോ വലിയൊരു എമൗണ്ട് നിങ്ങൾ ഇതിൻ്റെ അക്കൗണ്ടിലിട്ട് കളിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പം ഇത്രയും മാത്രം. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.